അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി പഞ്ചായത്തിൽ അടിച്ചിക്കാമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു കർഷകന്റെ കൂടെയുള്ളത്. കർഷകൻ എന്ന് പറഞ്ഞാൽ ജോമോനാണ്. ജോമോന്റെ കൂടെയാണ് ഇന്നുള്ളത്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ജോമോൻ ഒരു കർഷകൻ മാത്രമല്ല, ഒരു ഓട്ടോ ടാക്സി ഡ്രൈവറാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, ആ സ്കൂളിലെ ബസ് ഡ്രൈവറും കൂടിയാണ് ജോമോൻ. അപ്പോൾ ജോമോന്റെ തേനീച്ച കൃഷി, അതുപോലെ തന്നെ പിന്നെ പലതരം കൃഷിയുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിൽ സ്വാഗതം. ഈ കർഷകനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ കർഷകന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിലുണ്ട്. അപ്പോൾ ജോമോനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. തേനീച്ച കൃഷിയെ പറ്റി പഠിക്കുക. അതുപോലെ തന്നെ ചെറുതേനെ പറ്റി കൃഷിയുണ്ട്, അതിന്റെ വീഡിയോ ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കുക. അങ്ങനെ ഒത്തിരി ചെയ്യുന്ന ഒരു കർഷകനാണ്. സർവ്വ മേഖലയിലും ജോമോൻ ഉണ്ട്. അപ്പോൾ ജോമോൻ ഒരു നിറഞ്ഞ സാന്നിധ്യം ആണ് ഉള്ളത്. പ്രവാസി കൂടിയാണ്. വിദേശം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ജോമോനെ സഹായിക്കാൻ വേണ്ടി ജോമോന്റെ ഭാര്യയും കൂടെയുണ്ട്. പുള്ളിയും എല്ലാം സജീവമായിട്ട് ജോമോനെ സഹായിക്കാനുണ്ട്. ജെസ്സിയാണ് ജോമോന്റെ ഭാര്യയുടെ പേര്. അപ്പോൾ രണ്ടാളും കൂടിയാണ് ഈ കൃഷിയെല്ലാം നടത്തുന്നത്. അപ്പോൾ ജോമോൻ തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയും. തേനീച്ച എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ പ്രോസസ്സിങ്ങൾ, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ജോമോൻ പറഞ്ഞുതരും. ജോമോനെ, തന്നെ മരം എടുത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും എവിടെ പഠിച്ചിട്ടൊന്നുമില്ല. ചെയ്തതിന് ശേഷം ഇതേപോലെ സീലായതിനു ശേഷം പരമാവധി എടുക്കുകയുള്ളൂ. കാരണം ഇതിന്റെ ജലാംശം പറ്റാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് പൂവിന്റെ റബ്ബറിന്റെ ഇതൊക്കെ എല്ലാത്തിന്റെ ഉണ്ട്. റബ്ബറും കൊക്കോ, കശുമാവ്, എല്ലാ കറുവ, ചാമ്പ. പൂമ്പൊടി ശേഖരിച്ച് ഇതിന്റെ അകത്ത് ഇത് പൂമ്പൊടി അല്ല, തേന്. പൂമ്പൊടിയും മറ്റൊക്കെ അടിയിലേക്കാണ്. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വളരാൻ വേണ്ടിയാണ് അവർ അതിൽ കൊടുക്കുന്നത്. ഇപ്പൊ തേൻ മാത്രം അവരിപ്പം മേൽത്തട്ട് നമ്മൾ തേന്റെ തട്ടാണ്. ഇതിപ്പോ ഹണി ചേമ്പറാണ്. ഇതിപ്പോ നമ്മള് ഇത് കട്ട് ചെയ്ത് മെഷീനിലിട്ട് കറക്കിയെടുത്ത് തിരിച്ചതിൽ തന്നെ ഇടും. വിൽപ്പന നമ്മളിപ്പം ഇതിനിപ്പം ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പേപ്പർ ഉണ്ട്. അപ്പം നമ്മൾ ആവശ്യക്കാർക്ക് ഇവിടുന്ന് വന്ന് വാങ്ങിക്കുന്നവരുണ്ട്, ഗൾഫിലേക്കൊക്കെ, പുറത്തേക്ക്. പിന്നെ ആൾക്കാർ എല്ലാ വർഷവും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്, വാങ്ങിക്കോളും. പിന്നെ നമ്മൾ കടയിൽ വെക്കുന്നുണ്ട്. അത് പാക്ക് ചെയ്ത് കൊടുക്കും. നമ്മള് കടകളിൽ വെക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഒരു വരദാന തേൻ അല്ലേ? എനിക്ക് തേൻ പെട്ടെന്ന് തന്നെ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും തന്നെ തീരുന്നുണ്ട്. കാരണം ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഒരു കൊല്ലം 6 ഇഞ്ചിൽ തേനോളം നമുക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അത് നമുക്ക് ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും തീരും. പിന്നെ നമുക്ക് കൊടുക്കാൻ സാധനം ചില സമയം ഉണ്ടാവില്ല. പെട്ടി കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ അടിക്കും. കൊടുക്കുന്നു. ചെറുതേന്റെ ഈച്ചേനെ സെറ്റ് വിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഈ തേനീച്ച പറ്റിയിട്ട് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസ് ആയി ചെയ്യുന്നുണ്ട്. ജോമോനെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ജോമോന്റെ അഡ്രസ് ഒക്കെ ഇതിൽ കൊടുക്കും, ഫോൺ നമ്പർ ഒക്കെ കൊടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാവുന്നതാണ്. അപ്പൊ ചെറുതേന്റെ പെട്ടി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, മറ്റേതുപോലെയല്ല. ഇതിന് ഈ ചെറുതേൻ എല്ലാം അവർ സെക്യൂരിറ്റിക്ക് വേണ്ടി അപൂർവമായിട്ട് കാണുന്ന ഒരു ചെറുതേന്റെ എന്തായാലും പറയാ ജോമോനെ, ചെറുതേന്റെ തേന് അല്ല തേനൊക്കെ ഇതിനെന്താ പറയാ, അടയാ. ഇത് പൂമ്പൊടിയാണ്. പൂമ്പൊടിയാണ്. പെട്ടെന്ന് മറ്റേ തേനീച്ചന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. ഇവര് ലക്ഷക്കണക്കിന് പൂക്കളിൽ നിന്നാണ് തേൻ എടുക്കുന്നത്. എല്ലാ നമ്മളിപ്പോ ഇവിടെ തുളസി ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, ചാമ്പ, അതിന്റെയൊക്കെ പൂമ്പൊടി എടുത്തോണ്ട് വരും. എല്ലാത്തിന്റെ എടുക്കും. നാരകം. തേനീച്ച അങ്ങനെ ഒന്നിന്റെ മാത്രം ഇല്ല. തേനീച്ച അവർക്ക് ഇവര് ഏത് പൂക്കളിൽ നിന്നും എടുക്കും. തേനീച്ച എല്ലാ പൂക്കളിൽ നിന്നും തേനെടുക്കൽ അല്ല, ചെറുതേന് എല്ലാ പൂക്കളിൽ നിന്നും എടുക്കും. വലിയ തേനീച്ച അങ്ങനെ എല്ലാ പൂക്കളിൽ നിന്നും തേനെടുക്കാറില്ല. ഇതാണ് ചെറുതേന്റെ തേന്. നമ്മൾ എടുക്കുന്നത് സ്പൂൺ ഉപയോഗിച്ച് എടുക്കലുള്ളൂ. കൈ കൊണ്ട് ആരും ചെറുതേനെ എടുക്കാതിരിക്കുക. എല്ലാരും കൈ കൊണ്ട് ആരും എടുക്കാൻ പാടില്ല. ഈ സ്പൂണോടെ എടുക്കാൻ, കൈ ടച്ച് ഉണ്ടാവും, കൈന്റെ സ്പർശം ഉണ്ടാവും പാടില്ല. ചിലത് തേൻ കേടാകാൻ സാധ്യത കൂടുതലാണ്. തേൻ കേടാവാനുള്ള സാധ്യത അല്ലെ? പിന്നെ പൂമ്പൊടി അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. പൂമ്പൊടി വേറെ തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഈ കുട്ടികൾക്കെല്ലാം ബുദ്ധിപരമായി ബുദ്ധി കൂടാൻ പൂമ്പൊടി, നമ്മൾ ഈ കാലിന്റെ മുട്ടിന്റെ തേയ്മാനത്തിനൊക്കെ നല്ല സാധനമാണ് പൂമ്പൊടി.
പൂമ്പൊടി എല്ലാത്തിനും നല്ലതാണ്. തേനും അതേപോലെ. ചുമ എന്നുവെച്ചാൽ വിട്ടുമാറാത്ത ചുമക്കെല്ലാം നല്ലതാണല്ലേ, നല്ല ഇതാണ്. എല്ലാത്തിനും ചുമക്കുള്ള നല്ല ഔഷധമാണ് ചെറുത് അല്ലേ. അതെ. പൂമ്പൊടി തരുന്നുണ്ട്, പൂമ്പൊടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ചെറുതേന്റെ പൂമ്പൊടി കഴിക്കുന്നത്. ഭയങ്കര ഔഷധമാണ് പോലും. ഔഷധം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും പിന്നെ എല്ലാവർക്കും നല്ലതാണ്. കാലിന്റെ മുട്ടിന്റെ തേയ്മാനത്തിനൊക്കെ സൗന്ദര്യവർദ്ധന വസ്തു കൂടിയാണ് ഇതിന്റെ. ഇത് ഈ പൂമ്പൊടി കിട്ടൂലല്ലോ മാർക്കറ്റിൽ കുറവാണ്. നല്ല റേറ്റും ഉണ്ട്, നല്ല വിലയുണ്ട്. അതുകൊണ്ട് ഇതങ്ങനെ കിട്ടൂല. അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് പറയാം. ഞാനത് ക്യാൻസറിന് വരെ പ്രതിരോധിക്കുന്ന മരുന്നാന്നാ പറയും. ചെറുതാനല്ലേ. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം. ഞാൻ ആദ്യം ഒരു ഇഷ്ടപ്പെടാണ്ടാ കഴിച്ചത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് ആ തേന്റതും ഒരു പൂവിന്റതും. ഈ പൂമ്പൊടി ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് മാർക്കറ്റ് വാങ്ങാൻ കിട്ടുമോ? ഇത് കിട്ടൂല അല്ലെ. തേന്റെ കൂടെ മിക്സ് ആക്കി കഴിക്കട്ടെ. അപ്പൊ തേന്റെ കൂടെ പൂമ്പൊടി മിക്സ് ആക്കിയിട്ട് കഴിക്കും. സൂപ്പർ. ഇതെല്ലാം പ്രകൃതിന്റെ ഒരു വരദാനല്ലേ ചെറുതേനൊക്കെ. നമുക്കിതൊക്കെ ഇന്നത്തെ ന്യൂജൻ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. കാരണം അൽഫാമും മന്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഓടുന്നത്. ഈ ചെറുതേനും ഇതിന്റെ കൃഷിയോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും ആരും പഠിക്കുന്നില്ല. ഇതുപോലെ ജോമോനെ പോലുള്ളവരാണ് ഇതിലും ഈ രംഗത്ത് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടെങ്കിൽ ജോമോനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ജോമോൻ പറഞ്ഞു തരും. ചെറുതേനായാലും തേനീച്ച കൃഷിയായാലും അതിന്റെ എല്ലാ കാര്യങ്ങളും ജോമോൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ജോമോന്റെ നമ്പറൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പച്ചക്കറി കൃഷി ഉണ്ട്, താറാവിന്റെ കൃഷിയുണ്ട് അല്ലേ. താറാവും കോഴിയുണ്ട്. എടുത്തു പച്ചക്കറി എല്ലാം തന്നെ നോക്കി ചെയ്യലുണ്ട്. എല്ലാ സമയത്തും ഉണ്ടോ പച്ചക്കറി? എല്ലാ സമയത്തും സമയം കിട്ടുമ്പോൾ ചെയ്യും. അല്ല അങ്ങനെയല്ല, എല്ലാ സമയത്തും എല്ലാം ഉണ്ട്. വേനൽ വർഷത്തിലെല്ലാം ചെയ്യും. എല്ലാം ചെയ്യാം. പച്ചക്കറിയിൽ പയറുണ്ട്, വെള്ളരി ഉണ്ട്. ഈ കൊക്കോ കൃഷി എങ്ങനെയാണ്? കൊക്കോ കൃഷി ഇപ്പം എല്ലാ വർഷവും നമ്മൾ വെള്ളം, ഇതിന് മെയിനായിട്ട് വേണ്ടത് വെള്ളമാണ്. വളം നമ്മളങ്ങനെ ഓവറായിട്ട് ചെയ്യില്ല. നമ്മളിവിടെ ഉള്ളതിന് കാടേന്റെ ഇവിടെ ഈ കുളത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം. ദൂരമുണ്ട്. ഇത് 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മള് റോഡിലെ വന്നുകൊണ്ട് മനസ്സിലാവുന്നില്ല. അത് പക്ഷെ ഒരുപാട് താഴ്ചയിലേക്ക് പോയിട്ടാണ് അവിടുന്ന് കയറി വരുന്നത് വെള്ളം. ഇങ്ങനെയുള്ള കുളങ്ങളൊന്നും ഇപ്പൊ കാണാനില്ല. ഇതൊരു ചെറിയ കുളമാണ്. ഈ കുളത്തിലെ ഓസ് വഴിയാണ് ജോമോന്റെ കൃഷിയിടത്തിലേക്ക്. ഇതില് മത്സ്യം ഉണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. ടാപ്പിങ് ഞങ്ങൾ രാവിലെ 5 മണിക്കാണ് ചെയ്യുന്നത്. 5 മണിക്ക് രാവിലെ തുടങ്ങും. മരം കുറച്ച് പാട്ടമുണ്ട്. പിന്നെ കുറച്ച് 250 മരം 300 മരത്തിനടുത്ത് ഇറയുണ്ട്. അത് രാവിലെ വരും. എല്ലാത്തിലും കൂടെ ഉണ്ടാവും. ഇതിപ്പോ നമ്മള് നീ കത്തി ഷീറ്റ് അടിച്ചിട്ട് നമ്മൾ പോകും. ഈ സ്റ്റാൻഡിൽ വെച്ചോണ്ടിരുന്നായിരുന്നു. ഇപ്പം ഞാൻ ഓരോ പണികളുള്ളതുകൊണ്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ ആരെയും വിളിച്ചാൽ ഏത് രാത്രിയായാലും പോവും, പാതിരാത്രിയിലും പോവും. പിന്നെ വീട്ടില് വണ്ടി വെക്കും, ആരെയും വിളിച്ചാൽ പോകും. അത്രേ ഉള്ളൂ. സ്റ്റാൻഡിൽ വെച്ചോണ്ടിരുന്നായിരുന്നു.